എന്നിട്ട് വീട്ടിലത്തെ സാധനങ്ങൾ മേടിക്കാനൊക്കെ ഞാൻ പ്രൂഫ് വന്നിട്ടോ ഗൈസ്. പോണ വഴിക്ക് കുറേ ബിസിനസ് ഉണ്ടായി. അത്ര ദൂരം പോകണ്ട. ഇപ്പൊ വരും. അപ്പിടില്ല കേട്ടോ. അതെ, വരട്ടേട്ടാ, എല്ലാം വരട്ടേട്ടാ. ആടാ എല്ലാം വരട്ടെ. അപ്പൊ ഒരെണ്ണം വന്നാലേ എല്ലാം വരുള്ളൂ. ഇപ്പൊ വന്നോണ്ടിരിക്കണേ കേട്ടാ പൂട്ടി. ഒന്നും ചെയ്യരുതേ, ഓടരുതട്ടാ. എല്ലാം വരട്ടെ. ഇപ്പൊ പോവൂല, ഇപ്പൊ പോയി. എന്നിട്ട് വരട്ടെ വരട്ടെ, വെയിറ്റ് ചെയ്യുന്ന ശബ്ദം ഉണ്ടാക്കരുത്. അതെന്നോട് ചോദിച്ചാ ഞാനെന്ത് പറയാനാ? ഇവിടെ അടുത്ത് തന്നെ വരും, അതാണ്. എല്ലാ പ്രാവുകളും മരത്തിൻ്റെ പൊക്കത്തും ഫ്ലാറ്റിൻ്റെ പൊക്കത്തൊക്കെ കയറി ഇരിക്കുമായിരുന്നു കേട്ടോ. ഇത് മുകളുടെ ഒച്ച കേട്ടിട്ട് പിന്നെ പതിയെ പതിയെ ഇറങ്ങി വരുമായിരുന്നേ. ഇതുമോളുടെ കരച്ചിൽ കണ്ടിട്ട് ഫ്ലാറ്റിലത്തെ സെക്യൂരിറ്റികൾ വരെ ചിരിച്ചു കേട്ടോ. എന്താ വാങ്ങിക്കാനാ ഇപ്പൊ പോണേ? ഫുഡ് മേടിക്കാൻ എന്നിട്ട് പപ്പക്ക് തിന്നു. That is not fair deal.
എന്താണ് അമ്പു? എന്താടാ? What happened? അല്ല ഇവിടെ നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് വരാം. എന്നിട്ട് പിജന് കൊടുക്കാം. ആയിക്കോട്ടെ. കൊടുക്കണം. ആവും പിജൻ. എനിക്ക് ഓക്കെ ഡൺ. അപ്പോ ഈ പച്ചക്കറി കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ പിജനും ഫുഡും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അതൊരു മിനി സൂപ്പർ മാർക്കറ്റും കൂടെയാണ്. എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റിലെ തന്നെ ഞങ്ങൾ ചായ കുടിക്കാനാണ് പോയത്. അതിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അവരുടെ തന്നെയാണ് കേട്ടോ ചായക്കടയും. ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ്. അവിടെ തുള്ളിവടയും പഴംപൊരിയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെയ്യപ്പം ഇരിക്കുന്ന കണ്ടപ്പോഴേക്കും ഞങ്ങൾ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്തതാണ്. നല്ല ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. പിജന് ഫുഡ് വാങ്ങിക്കണമെങ്കിൽ മതി. കഴിച്ചു നോക്ക്. എന്നാ വാങ്ങിച്ചു തരത്തില്ല കേട്ടോ അമ്മ. പിജന് ഫുഡ് വാങ്ങിക്കണോ? കഴിച്ചു നോക്ക്. എന്തെന്ന് ആണോ? ഒരു വായും കൂടെ കഴിച്ചോ? ഒരു വായും കൂടെ കഴിച്ചോ? പിന്നെ ചായനൊരു ചായ, ഞാനൊരു ബ്ലാക്ക് കോഫിയും ഇതുമുള്ളൊരു പാലും പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതുമുള്ള ഐസ്ക്രീം കഴിക്കുവാണേ. ഈ ഐസ്ക്രീം അവൾക്ക് ഡെയിലി ഫ്രീ ആയിട്ടിട്ടൊന്നതാണ്. ഒരു മോൻ കൊടുക്കുന്നത്. ചായ എല്ലാം കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പച്ചക്കറി കടയിലേക്കാണ് കേട്ടോ പോയത്. പച്ചക്കറി എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്, മറന്നു ആക്ച്വലി. പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചതിന് ശേഷം പിജൻ്റെ ഫുഡ് എടുത്തുകൊണ്ട് പിജൻ്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. പിജൻ്റെ അങ്ങോട്ടേക്ക് പോയപ്പോഴേക്കും അവിടെ പിജനും ഉണ്ടായില്ല, ആരും ഉണ്ടായില്ല. അവിടെ ഒരു ബബൂനുണ്ടായി. അത് കുറച്ച് നേരം കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഫിഷ് ഷോപ്പിലേക്കാണ് പോയത്. അവിടെ ഇരിക്കുന്ന ഫിഷുകൾ കണ്ടോ, അവിടെ നന്നായിട്ട് ക്ലീനാക്കി തരും കേട്ടോ ഗൈസ്. കമ്മനാലിലാണ് സ്പോട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്ന് ഫിഷൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ മങ്കി ക്യാപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ചൈന മാത്രം വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ വാങ്ങിക്കാം. കാരണം ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാതൊക്കെ അടഞ്ഞു പോകും. അതുകൊണ്ട് 3 പേർക്കും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്കാണെങ്കിൽ സോക്സും വേണമെന്ന് പറഞ്ഞു. സോക്സ് എല്ലാം വാങ്ങിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകുമായിരുന്നു ഗൈസ്. പോണ വഴിക്ക് ഇതുമ്പോൾ സ്റ്റാറൊക്കെ കണ്ടപ്പോൾ അവൾക്ക് അത് കയറി കാണണം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോയില്ല. കാരണം നമ്മൾ ഫിഷൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുവാണല്ലോ. അതുമായിട്ടൊക്കെ എങ്ങനെയാണ് പള്ളിയിൽ കയറണമെന്ന് വിചാരിച്ച് ഞങ്ങൾ കയറിയില്ല, ഉള്ളിലേക്ക് കയറിയില്ല. പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു. അവളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോണ വഴിക്ക് അവൾ പറഞ്ഞു അവൾക്ക് ഫിൽറ്റർ കോഫി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചായനാണെങ്കിൽ സാൻഡ്വിച്ചും ഞാൻ ഗോബി മഞ്ചൂരിയനും ഇത് മോള് ന്യൂഡിൽസുമാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അവൾക്ക് എൻ്റെ ഗോബി മഞ്ചൂരിയനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. കുറച്ചായപ്പോഴേക്കും ഗോബി മഞ്ചൂരിയനോട് അവൾ സുല്ലിട്ടു ഗൈസ്. പിന്നെ ഞാൻ തന്നെയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ അവൾ പറഞ്ഞു ഞാൻ ഇത്തിരി ന്യൂഡിൽസ് കഴിച്ചോളാം അമ്മ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങളുടെ ഫിൽറ്റർ കോഫി അവിടെ എത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫിൽറ്റർ കോഫി. അങ്ങനെ ആറ്റി ആ പാത്രത്തിലിട്ട് കുടിക്കാനായിട്ട്. ഞാനപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുമോളാണെങ്കിൽ അമ്മ നമുക്ക് ഞാൻ വാരിത്തരാമെന്ന് പറഞ്ഞ് വാരിത്തരുമായിരുന്നു കേട്ടോ ഗൈസ്. ചേച്ചി ഗോബി കഴിച്ചു സൂപ്പറായി. നമുക്ക് അധികം സോസ് വേണ്ടടാ.
ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് ഗൈസ്. പോണ വഴിക്കാണെങ്കിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നേ. പിന്നെ മൂണിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തതാണേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. വീടെത്തി.